പ്ലാനറ്റ് PSCയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രസതന്ത്രം എന്ന പോർഷനിലെ ആറ്റം, തന്മാത്രകൾ എന്ന പോർഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ്. റോബർട്ട് ബോയിൽ. ആറ്റം എന്ന പോർഷനിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടൺ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം. ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം. ന്യൂട്രോൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്നാണ്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം Z. അറ്റോമിക് നമ്പർ അഥവാ Z ആണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് അറ്റോമിക് നമ്പർ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം. ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ആറ്റമോസ്. ഏത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉണ്ടായത്. ഗ്രീക്ക് പദം ആറ്റമോസ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ് ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത്. നീൽസ് ബോർ. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം സിദ്ധാന്തം. ക്വാണ്ടം സിദ്ധാന്തം അടിസ്ഥാനമാക്കിയാണ് ബോറിൻ്റെ ആറ്റം മാതൃക ഉള്ളത്. അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം സിദ്ധാന്തം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ആറ്റമോസ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം സിദ്ധാന്തം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോൺ
11 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും 11 തന്നെയായിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം 17 ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും 17 തന്നെയായിരിക്കും. അതായത് ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ആറ്റത്തിൻ്റെ ചാർജ് എങ്ങനെയാണ്? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം എന്ന വാക്കിന് അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്നത് തന്നെ ഒരു ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതുകൊണ്ട് തന്നെ അതിന് ഇനി വിഭജിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ ആറ്റം എന്ന വാക്കിന് അർത്ഥവും അത് തന്നെയാണ്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ ആരെല്ലാം? ലൂസിപ്പസ്, ഡെമോക്രീറ്റസ് എന്നിവരാണ് പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ. ലൂസിപ്പസ്, ഡെമോക്രീറ്റസ് എന്നീ തത്വചിന്തകന്മാരാണ് പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ചവർ. പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ ലൂസിപ്പസ്, ഡെമോക്രീറ്റസ്. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദൻ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേര് K, L, M, N എന്നിങ്ങനെയാണ്. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്ത ഷെൽ K, അത് കഴിഞ്ഞ് L, M, N എന്നിങ്ങനെയാണ് ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേര് K, L, M, N എന്നിങ്ങനെയാണ്. ഓർബിറ്റിൻ്റെ ആകൃതി ഏതാണ്? വൃത്താകൃതിയാണ്. ഓർബിറ്റിൻ്റെ ആകൃതി വൃത്തം. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? 2n⁻². ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം 2n⁻² എന്നതാണ്. ക്വിസ് ടൈം. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് അറ്റോമിക് നമ്പർ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ് റുദർഫോർഡ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ആറ്റമോസ്.
ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം സിദ്ധാന്തം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ആറ്റത്തിന്റെ ചാർജ് ഇല്ല. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ. ലൂസിപ്പസ്, ഡെമോക്രീറ്റസ്. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദൻ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേര് കെ എൽ എം എൻ. ഓർബിറ്റിന്റെ ആകൃതി വൃത്തം. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം 2n⁻². അടുത്ത പോർഷനിലേക്ക് കടക്കാം. തന്മാത്ര എന്ന പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക തന്മാത്ര. തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര. തന്മാത്രയ്ക്കാണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര. തന്മാത്രയാണ് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത് എന്തിനാണ്? സ്ഥിരത കൈവരിക്കാൻ. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത് എന്തിനാണ്? സ്ഥിരത കൈവരിക്കാൻ. സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ് ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയായി മാറുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. അവഗാഡ്രോ എന്ന ശാസ്ത്രജ്ഞനാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. ഒന്നിലധികം ആറ്റങ്ങൾ ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നത് തന്മാത്രകൾ. ഒന്നിലധികം ആറ്റങ്ങൾ ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നത് തന്മാത്രകൾ. തന്മാത്രകൾ എന്നത് ഒന്നിലധികം ആറ്റങ്ങൾ
ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നതാണ്. ഒന്നിലധികം ആറ്റങ്ങൾ ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നത് തന്മാത്രകൾ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. അഡ്ഹീഷൻ എന്താണ്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. ഒന്നിലധികം ആറ്റങ്ങൾ ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നത് തന്മാത്രകൾ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷൻ. കൊഹീഷൻ എന്താണ്? ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷൻ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകൾ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകൾ. സംയുക്ത തന്മാത്രകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കും. എങ്ങനെയുള്ള തന്മാത്രകൾ? സംയുക്ത തന്മാത്രകൾ. വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക് തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക തന്മാത്രകൾ. ഏകാറ്റോമിക തന്മാത്രകൾ എങ്ങനെ ലഭ്യമാകുന്നത്? ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏകാറ്റോമിക തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏകാറ്റോമിക തന്മാത്രകൾ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക തന്മാത്രകൾ. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം He, Rn, Ne, Xe, Ar, Kr തുടങ്ങിയവ. He ഹീലിയം, Rn എന്നത് റാഡൺ, Ne എന്നത് നിയോൺ, Xe xenon, Ar ആർഗൺ ആൻഡ് Kr എന്നത് ക്രിപ്റ്റോൺ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക് തന്മാത്രകൾ. ദ്വയാറ്റോമിക് തന്മാത്രകൾ അല്ലെങ്കിൽ ഡയറ്റോമിക് തന്മാത്രകൾ എന്നത് രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ്. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ ദ്വയാറ്റോമിക തന്മാത്രകൾ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡയറ്റോമിക് എന്നറിയപ്പെടുന്നത്. ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം H2, O2, N2, F2, I2, Cl2, Br2 തുടങ്ങിയവ. H2 ഹൈഡ്രജൻ, O2 ഓക്സിജൻ, N2 നൈട്രജൻ, F2 ഫ്ലോറിൻ, I2 അയഡിൻ, Cl2 ക്ലോറിൻ, Br2 ബ്രോമിൻ. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി ആറ്റോമിക്. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം He, Rn, Ne, Xe, Ar, Kr തുടങ്ങിയവ. ഇവയാണ് ഏകാറ്റോമിക തന്മാത്രകൾ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ ദ്വയാറ്റോമിക തന്മാത്രകൾ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. അതായത് അതിൽ രണ്ട് ആറ്റങ്ങൾ ഉണ്ടാവും. ഒരു തന്മാത്രയിൽ രണ്ട് ആറ്റങ്ങൾ. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്സിജൻ ആണെങ്കിൽ അതിൽ രണ്ട് ഓക്സിജൻ ഉണ്ടാവും. He ഹീലിയം വരുമ്പോൾ അതിൽ ഒരു ഹീലിയം മാത്രമേ കാണുള്ളൂ. അത് ഏകാറ്റോമിക തന്മാത്രകൾ. ദ്വയാറ്റോമിക തന്മാത്രകൾ വരുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും.
ഓക്കെ, ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം H2, O2, N2, F2, I2, Cl2 ആൻഡ് Br2. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി ആറ്റോമിക്. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി ആറ്റോമിക്. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം He, Rn, Ne, Xe, ഹീലിയം, റാഡൻ, നിയോൺ, സെനോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡയറ്റോമിക്. ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ. ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകൾ. ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം P4S8. P4 എന്നത് 4 ഫോസ്ഫറസ് ആറ്റം ചേർന്നതാണ്. S8 എന്നത് 8 സൾഫർ ആറ്റം ചേർന്നതാണ്. ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം P4 അല്ലെങ്കിൽ ടെട്രാ ഫോസ്ഫറസ്, S8 അല്ലെങ്കിൽ ഒക്ടാ സൾഫർ എന്നിവയാണ്. ടെട്രാ ഫോസ്ഫറസും ഒക്ടാ സൾഫറുമാണ് ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം. 1 mole equal to 6.02 into 10 raised to 23. 1 mole equal to 6.023 into 10 raised to 23. 1 mole equal to 6.023 into 10 raised to 23. ഒരു മോൾ എന്നത് 6.023 into 10 raised to 23ക്ക് ഈക്വലാണ്. ഈ 6.023 into 10 raised to 23യെ അവഗാഡ്രോ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. 6.023 into 10 raised to 23യെ അവഗാഡ്രോ നമ്പർ എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ 23. ഒക്ടോബർ 23 അന്താരാഷ്ട്ര മോൾ ദിനം. ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ടെട്രാ ഫോസ്ഫറസ്, ഒക്ടാ സൾഫർ. 1 mole equal to 6.023 into 10 raised to 23. അവഗാഡ്രോ നമ്പർ 6.023 into 10 raised to 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്നാണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക് മാസിന് അറിയപ്പെടുന്നത്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് എന്നറിയപ്പെടുന്നത് മോളിക്കുലാർ മാസ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് മോൾ. മോൾ ആണ് ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് മോൾ. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം അളവിനെ പറയുന്നത് 1 ഗ്രാം മോളിക്കുലാർ മാസ്. 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം അളവിനെ പറയുന്നത്. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം അളവിനെ പറയുന്നത് 1 ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് മോൾ. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയോ ഗ്രാം അളവിനെ പറയുന്നത് 1 ഗ്രാം മോളിക്കുലാർ മാസ്. STPL 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം 224 ലിറ്റർ. 224 ലിറ്ററാണ് STPL 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം. STPL 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം 224 ലിറ്റർ. ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU. ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്
അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് AMU ആണ് ഒരു ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്. ഒരു മൂലക ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ പറയുന്നത് ഒരു ഗ്രാം അറ്റോമിക മാസ് GAM. ഒരു മൂലക ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ പറയുന്നത് ഒരു ഗ്രാം അറ്റോമിക മാസ് GAM അല്ലെങ്കിൽ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്നാണ്. ഒരു മൂലക ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ പറയുന്നത്. STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം 224 ലിറ്റർ. ഒരു ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU. ഒരു മൂലക ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ പറയുന്നത് ഒരു ഗ്രാം അറ്റോമിക മാസ്. ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണം. അവഗാഡ്രോ നമ്പറാണ് ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ് ആണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ്, മോളിക്കുലാർ മാസ്. ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ്, മോളിക്കുലാർ മാസ്. പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത്. തന്മാത്രകൾ. AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റ് പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് മാസ്. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റ് പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ് എന്നാണ്. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റ് പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതിയെ അറിയപ്പെടുന്നത്. 273 കെൽവിൻ താപനിലയും 1 ATM മർദ്ദവുമുള്ള അവസ്ഥയാണ് STP. 273 കെൽവിൻ താപനിലയും 1 ATM മർദ്ദവുമുള്ള അവസ്ഥയാണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. 273 K താപനിലയും 1 അറ്റ്മോസ്ഫിയർ മർദ്ദവുമുള്ള അവസ്ഥയാണ് STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ STPയിലെ വ്യാപ്തം, അതായത് ലിറ്ററിൽ STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ വാതകങ്ങളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? രണ്ടും ലിറ്ററിലായിരിക്കണം. STPയിലെ വ്യാപ്തം, അതായത് ലിറ്ററിൽ STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റ് പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്. 273 കെൽവിൻ താപനിലയും 1 അറ്റ്മോസ്ഫിയറിക് മർദ്ദവുമുള്ള അവസ്ഥയാണ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ക്വിസ് ടൈം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക. തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം.
തന്മാത്ര. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്ര. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. ഒന്നിലധികം ആറ്റങ്ങൾ ചില സവിശേഷ സ്വഭാവങ്ങളോടെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതിനെ പറയുന്നത് തന്മാത്രകൾ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സംയുക്ത തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക തന്മാത്രകൾ. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹീലിയം, റാഡൻ, നിയോൺ, സെനോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ ദ്വയാറ്റോമിക തന്മാത്രകൾ. ഒരു മൂലകത്തിന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ്. പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. MMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്. 273 കെൽവിൻ താപനിലയും 1 അറ്റ്മോസ്ഫിയറിക് മർദ്ദവുമുള്ള അവസ്ഥയാണ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഒരു മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനു തുല്യമാണ്? ഒരു മോൾ ആറ്റത്തിന്റെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്.
ലേണിംഗ് PSCയുടെ രസതന്ത്ര ക്ലാസ്സുകൾ ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റ് ക്ലാസ്സുകളുമായി ഇനിയും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.